ഇതിലെ നമ്പർ 1 കൾപ്രിറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ ആരെയാണ് ഇതിന് ഏൽപ്പിച്ചതെന്നുള്ളതാണ്. സ്പോൺസർമാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മെസ്സി വരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അതൊരു ആഘോഷമാണ്. അത്രയ്ക്കും ഫുട്ബോളിന് വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഇത്തരം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ എന്തിനാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇവർ മുമ്പ് മലയാളികൾ ഒരുപാട് തവണ പറ്റിച്ചിട്ടുണ്ട്. നമുക്കറിയാം മാംഗോ ഫോണുമായി ബന്ധപ്പെട്ട ഹൈപ്പ്, ആപ്പിളിനെ വെല്ലുന്ന രീതിയിലുള്ള ഫോണാണെന്നൊക്കെ ആയിരുന്നു അന്ന് വീമ്പിളക്കിയിരുന്നത്. പിന്നെ അതിനുശേഷം വയനാടുമായി ബന്ധപ്പെട്ട് കുറേ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മരമുറി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം ഒരു നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ എന്തിനാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതെന്നുള്ളത്. കാരണം പുതുപ്പണക്കാർക്ക് പണം കൊണ്ട് എല്ലാം സാധ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് മലയാളികളെ സംബന്ധിച്ച് ഇതൊരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും എല്ലാവരും കാത്തിരുന്നതാണ് മെസ്സിയുടെ ഒരു വരവ്. അതും ലോകകപ്പിന് തൊട്ട് മുമ്പൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ലോക ചാമ്പ്യന്മാരാണ്, മെസ്സി വരുന്നു, നമ്മുടെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുന്നു. അതുണ്ടാക്കുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു ആവേശം, അതിനെയാണ് ഇപ്പം തല്ലിക്കെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരവാദികൾ എന്തായാലും സംസ്ഥാന സർക്കാരും അതിനൊപ്പം തന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയുമാണ്.